മിക്കപ്പോഴും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വന്നടിച്ചിട്ട് തിരിച്ച് മാർക്കറ്റ് റിവേഴ്സ് ആയി പോകണ കാണാറുണ്ട്. ചിലപ്പോൾ ഒക്കെ സ്റ്റോപ്പ് ലോസ് വന്നടിച്ചിട്ട് നമ്മുടെ ടാർഗറ്റിലേക്ക് എന്ന് പിന്നീട് അടിക്കണം കാണാം. ഇതിന്റെയൊക്കെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ആണ്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, എന്റെ ട്രേഡിംഗ് ജേണിയാണ് ഞാൻ ഈ ഒരു പേജിൽ ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് ഡേ 19 ഓഫ് ഡോക്യുമെന്റിംഗ് മൈ ഫോറക്സ് ട്രേഡിംഗ് ജേണി. ഫോറക്സ് ട്രേഡിംഗിൽ ഒരു കറൻസി പെയർ എത്ര എളുപ്പത്തിൽ വാങ്ങാനോ വിൽക്കാനോ പറ്റും എന്നുള്ളതാണ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു 10 കൊല്ലം പഴക്കമുള്ള ഒരു ബൈക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ബൈക്ക് എനിക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുത്തേക്കാം അല്ലെ. അപ്പോൾ ആ ഒരു അസറ്റിനെ ലോ ലിക്വിഡിറ്റി അസറ്റ് എന്ന് പറയാം. അതേസമയം എൻ്റെ കയ്യിൽ ഒരു പുത്തൻ ബൈക്ക് ഉണ്ട്, അത് വാങ്ങിയിട്ട് 1-2 മാസമായിട്ടുള്ളൂ, ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലാണ്. ഈ ഒരു ബൈക്ക് എനിക്ക് വിൽക്കാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും അല്ലെ. അപ്പോൾ ഈ ഒരു അസറ്റിനെ ഹൈ ലിക്വിഡിറ്റി അസറ്റ് എന്ന് എനിക്ക് പറയാം. അപ്പോൾ ഫോറക്സ് മാർക്കറ്റിൽ ചില കറൻസി പേഴ്സിൽ ഒരുപാട് ബയേഴ്സും സെല്ലേഴ്സും അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എളുപ്പത്തിൽ ബൈയിങ്ങും സെല്ലിങ്ങും അവിടെ നടക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ ഹൈ ലിക്വിഡിറ്റി ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ കറൻസി പെയറുകളിൽ ചില പെർട്ടിക്കുലർ ഏരിയയിൽ ഒരുപാട് ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സും കിടക്കുന്നുണ്ടാവും. ഈ ഏരിയനാണ് ലിക്വിഡിറ്റി സോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലിക്വിഡിറ്റി സോൺസ് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന സ്ഥലങ്ങളിൽ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ സപ്പോർട്ട് ലെവലിന്റെ തൊട്ടടിയിൽ അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ലെവലിന്റെ തൊട്ട് മേളിലൊക്കെ നമുക്ക് ലിക്വിഡിറ്റി സോൺസ് കാണാൻ പറ്റും. അടുത്തൊരു കോമൺ പ്ലേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഹൈസിന്റെ മേളിലും പ്രീവിയസ് ലോസിന്റെ അടിയിലൊക്കെ ആയിട്ട് ലിക്വിഡിറ്റി സോൺസ് കാണാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ ഏരിയകളിലാണ് റീറ്റെയിൽ ട്രേഡേഴ്സ് കോമൺ ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സും പെൻഡിങ് ഓർഡേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ ലിക്വിഡിറ്റി സോൺസ് നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വന്ന് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് പോകുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ഗ്രാബ് ആണ്. അപ്പൊ ഒരു ലൈവ് മാർക്കറ്റിൽ ഒരു ലിക്വിഡിറ്റി സോൺ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും ലിക്വിഡിറ്റി ഗ്രാബ് എന്താണെന്നും അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഓക്കെ ബൈ.